नमस्ते बच्चों, हमारे अगला पाठ है पाठ 7 री की मात्रा। नमस्ते बच्चों, आज हम सीखेंगे हिंदी में री मात्राओं का ज्ञान। इसकी आवाज़ कैसे है, री की मात्रा कैसे होती है, इसकी आवाज़ आती है री, री बोलते हैं। अब हम री से ऋषि, री की मात्रा देखेंगे। यह है री की मात्रा। റി എന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു അടയാളം കണ്ടില്ലേ? അതാണ് റി എന്ന അക്ഷരത്തിൻ്റെ മാത്ര വരുന്നത്. മൃ प्लस री, मृ, मृ प्लस री, मृ। इसी प्रकार री से ऋषि है। री की मात्रा कैसे लिखते हैं? यह है मात्रा कैसे लिखते हैं? यह है री की मात्रा। अक्षर के नीचे लगाई जाती है, लगाई जाती है माँ के नीचे मृ। मृ की मात्रा पढ़ेंगे, देखेंगे। ऋ से ऋषि है। ऋषि का अर्थ क्या है? सेंट, ऋषि सेंट। ऋषभ, दूसरा चित्र में क्या है? ऋषभ है। ऋषभ का अर्थ क्या है? ऑक्स, ऑक्स। और माँ के नीचे री की मात्रा आता है माँ मृ, मृग। मृग का अर्थ क्या है? डियर, माय। और नृप, नृप कौन है? किंग, രാജാവ്। പഠിയെ और समझिए। അക്ഷർ के नीचे, അക്ഷരത്തിൻ്റെ താഴെ റി എന്ന് പറയുന്ന ഒരു റെഡ് കളറിൽ ഒരു മാത്ര ഇല്ലേ? ആ മാത്രകൾ ചേർത്തിട്ടാൽ, അക്ഷരത്തിൻ്റെ താഴെ ഈ മാത്രകൾ ചേർത്തിട്ടാൽ ആ അക്ഷരം റി എന്ന് പറയുന്ന സ്വരത്തിലാണ് വരുന്നത്. ക, ക്രി, ഗ, ഗ്രി, ഗ, ഗ്രി, घ, ग्री और न। च, श्री, छ, श्री, ज, ज्री, झ, ज्री और ञ। ड, ठ, ड, ढ, न। इसके बाद त, त्रि, ध, द्रि, द, द्रि और ध, द्रि, न, नृ। प, प्रि, फ, फ्रि, ब, ब्रि, भ, ब्रि और म, मृ। या, र्या, ला, व, ला, लिं, व, व्रि। श, श्री, श, श्री, स, श्री और ह। श, त्र, ज्ञ, श्र। പഠിയെ और समझिए, read and understand. ഈ വേർഡ്സിൻ്റെ ഒന്നും മീനിങ്സ് നിങ്ങൾ പഠിക്കണ്ട. ഇതൊക്കെ ആ മാത്രകൾ വരുന്ന മാത്രകൾ ചേർത്ത് വന്നാൽ അതെങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മ, മൃഗ, മൃഗ്, മൃഗ് का अर्थ क्या है? डियर। म, मृग, मृग। न, नि, व, नृप, नृप। गृह, वृक्ष, वृक्ष का अर्थ ट्री, गृह हाउस। नृत्य, नृत्य का अर्थ डांस। कृपा, कृपा ऑब्लिगेशन। कृषि, एग्रीकल्चर। कृषक, कृषक कौन है? फार्मर। घृणा, हेट। हृदय, हृदय हार्ट।
ആ പദങ്ങൾ മാത്രം അക്ഷരം റി എന്ന് പറയുന്ന മാത്രകൾ വന്നാൽ ആ അക്ഷരം എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് എന്ന് ഈ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാം. മൃഗ്, നൃപ്, ഗൃഹ്, വൃക്ഷ്, നൃത്യ, कृपा, कृषि, कृषक, घृणा और हृदय. आइए वाक्य पढ़े. लेट्स रीड द सेंटेंसेस. चित्र देखिए. चित्र में कौन कौन है? एक ऋषि है और एक ऋषभ भी है. ऋषभ के पीछे एक मृग है. मृग कौन है? मृग डियर है. एक ഋഷി की കുടിയ थी. ഒരു ഋഷിയുടെ ഹട്ട്, കുടിയ का अर्थ ഹട്ട്, ഒരു ഋഷിയുടെ ഒരു കുടിൽ ഉണ്ടായിരുന്നു. एक दिन एक ऋषभ आया. ഒരു ദിവസം, एक दिन വൺ ഡേ, ഒരു ദിവസം ഒരു ഓക്സ് വന്നു. ഋഷിനെ ഉസേ പുച്കാരാ. ഋഷി അത് ആ ഓക്സിനെ എന്ത് ചെയ്തു? ഋഷഭിനെ പുച്കാര, വാത്സല്യത്തോടെ തലോടി. കുടിയാമേ ഏക് മൃഗ് ദ. ആ ഹട്ടില് ഒരു മാനും ഉണ്ടായിരുന്നു. ഋഷഭ് ഔർ മൃഗ് തൃൻ പർ ഖേൽനെ ലഗേ. ഈ ഋഷഭും ഈ മൃഗും, മാനും ഈ ഓക്സ് കാളയും അവിടെയുള്ള തൃൺ പുല്ല്, ഗ്രാസില് കളിച്ചു നടന്നു. ഉസി സമയ ഏക് ശിക്കാരി ആയ. ആ സമയത്ത് ഒരു ശിക്കാരി, ഹണ്ടർ, വേട്ടക്കാരൻ വന്നു. വ മൃഗ് കോ മാർന ചാഹതാ ഥാ. അത് ഈ മാനിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ഈ വേട്ടക്കാരൻ മാനിനെ കൊല്ലാനാണ് വന്നത്. ഋഷി മൗൻ രഹേ. ആ ഋഷി, ആ സന്യാസി ഒന്നും മിണ്ടാതെ ക്വൈറ്റായിട്ടിരുന്നു. ഋഷഭ് കോ ദേഖ് കർ ശിക്കാരി ഡർ കർ ഭാഗ് ഗയാ. ഈ ഋഷഭിനെ, ഈ ഓക്സിനെ കണ്ടപ്പോൾ ശിക്കാരി, ആ വേട്ടക്കാരൻ, ഡർ കർ ഭാഗ് ഗയാ, പേടിച്ച് വിറച്ച് പുറത്തേക്ക് പോയി. മൃഗ് ഖുഷ് ഹോ ഗയാ. മാനിന് സന്തോഷമായി. നിങ്ങൾ കണ്ടില്ലേ, ആ ഓക്സിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും അല്ലേ? ഒന്നും കൂടെ വായിച്ചു തരാം. ഏക് ഋഷി की कुड़िया थी. एक दिन एक ऋषभ आया. ऋषि ने उसे पुचकारा. कुड़िया में एक मृग था. ऋषभ और मृग तृण पर खेलने लगे. उसी समय एक शिकारी आया. वह मृग को मारना चाहता था. ऋषि मौन रहे. ऋषभ को देखकर शिकारी डरकर भाग गया. मृग खुश हो गया. इस पैराग्राफ में री मात्रा की शब्द क्या क्या है? ऋषि, ऋषभ, मृग, तृण आदि है. मृग, ऋषभ, ऋषि, तृण आदि शब्द री मात्रा शब्द है ना? आज इतना है.